ടിക്കറ്റ് ഫിനാലെ 7ാമത്തെ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയതാണ്, രാത്രിയാവും തീരാൻ വേണ്ടിയിട്ട്. സിസോന്റെ ഒരറ്റത്ത് പൂച്ചട്ടി വെക്കുന്നു, മറുവശത്ത് കാലുകൊണ്ട് ചവിട്ടി അത് ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. എത്ര കൂടുതൽ സമയം നിൽക്കുന്നോ അയാളാണ് ടാസ്കിൽ വിജയിക്കുക. 2 പേര് വെച്ചാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം ഒരുപാട് എടുക്കും ടാസ്ക് തീരാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബോറുമാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും തോന്നുന്നില്ല. ഇത് ശരിക്കും ഈ 10 കണ്ടസ്റ്റൻസിനെയും വെച്ചിട്ട് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ട് ചെയ്യായിരുന്നുണ്ടെങ്കിൽ രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി, സീസൺ 4-ലൊക്കെ ചെയ്തതുപോലെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം ഈ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്ന്. കാരണം സീസൺ 4-ലൊക്കെ മുകൾ ഭാഗം ഫുൾ കവേർഡ് ആയിരുന്നല്ലോ സെറ്റിന്റെ. ഇതിലത് അങ്ങനെ എല്ലാം തോന്നുന്നു ഓപ്പൺ ആണ്, അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ മത്സരം തുടങ്ങുകയാണ്. ആദ്യം ആര് പോകും എന്നുള്ളതാണ് പതിവ് പോലെ ചർച്ച. സ്ഥിരമായിട്ട് നോറയും അർജുനും ആണല്ലോ പോകുന്നത്. ഇപ്രാവശ്യം അർജുൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, വേറെ ആരെങ്കിലും പോകാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് ആദ്യം അഭിഷേക് കയറാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേക് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ സായി പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ സായി കയറുന്നുണ്ട്. ഇപ്പം നേരത്തെ പല ടാസ്കുകളിലും ഈ നേരത്തെ പോകുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല കാര്യങ്ങളും ചെയ്യാം, ചിലത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. പിന്നീട് പോകുന്നവർക്ക് അതൊരു ബെനിഫിറ്റാണ്. സത്യത്തിൽ ഈ ടാസ്കിൽ ആദ്യം പോവായിരുന്നു കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതിൽ മുട്ട് വളയ്ക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പം ആദ്യം കയറിയവർ അത്യാവശ്യം മുട്ട് വളയ്ക്കുകയും നിവർത്തിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവർ 1 മണിക്കൂറോളം നിന്ന് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വിളിച്ചു പറയുന്നത് മുട്ട് വളയ്ക്കാൻ പാടില്ല, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളത്. അങ്ങനെ നോറയും സായിയും മത്സരം തുടങ്ങുകയാണ്. 2 പേരും അസലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. കുറേ അധികം നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അർജുൻ കിച്ചൺ ടീമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ വെച്ചിട്ടാണോ വന്നതെന്ന്. അപ്പം അവർ പറയുന്നുണ്ട് ഇല്ല, ഇനി ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ എന്നുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ ഈ ടിക്കറ്റ് ഫിനാലിൻ്റെയൊക്കെ സമയത്ത് അവർ നേരത്തും കാലത്തും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇതിന് വേണ്ടിയിട്ട് ഈ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിരിക്കുമായിരുന്നു. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിന് പിന്നെ അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ഇരിക്കുക കിടക്കുക എന്നൊക്കെ ഉള്ളതാണ്. ലൈവ് ഒന്നും കണ്ടുകൂടാ, അത്രയും ശോകമാണ്. സത്യത്തിൽ അവരെന്തിനാ വന്നേന്ന് പോലും മറന്നു പോകുന്നത്. ഈ ടാസ്കിനിടയ്ക്ക് ഋഷിയോ ആരണ്ട് ഉറങ്ങിയപ്പോഴത്തേക്കിനും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു വിളിച്ച് ഇവിടെ സുഖവാസത്തിന് വന്നതല്ല എന്ന്. എന്നാൽ അവർക്ക് നല്ല രീതിയിൽ കളിക്കാനുള്ള ടാസ്കുകൾ കൊടുക്കണം, അതും ഇല്ല. അങ്ങനെ നോറയും സായിയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സക്സസ്ഫുള്ളി 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ 1 മണിക്കൂർ കവർ ചെയ്തു എന്നുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ ബിഗ് ബോസ് പറയുന്നത് കാലൊന്നും വളയ്ക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പം മറ്റുള്ളവർ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ പോയി. അത് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ട് കാലൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അവരും. അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി പെട്ടു എന്ന്. അപ്പോൾ ഉടനെ പുള്ളി പറയാണ് എന്നാൽ നിങ്ങൾ ബാക്കിയുള്ളവരൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തോളൂ, ഇവിടെ ഇത്രയും ക്യാമറ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ടും വിട്ട് ഇവർ 2 പേരും സായിയും നോറയും കൂടെ ആക്ടിവിറ്റി ഏരിയയിൽ മാത്രമാവുകയും ചെയ്തു. ശരിക്കും അവരുണ്ടായിരുന്നപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അവരും കൂടി പോയപ്പോഴത്തേക്കിനും പിന്നെ എന്ത് കാണാനാ. ഇവരാണെങ്കിൽ റൂമിൽ പോയിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ കിടക്കുന്നു, കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു, എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ഇവരാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കാലിൽ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും സായി ഔട്ടാവുന്നു. അപ്പം സായിക്ക് തിരിച്ച് വീട്ടിൽ പോവാം, ഇനി അടുത്ത മത്സരാർത്ഥിക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്തത് നന്ദന വരുന്നു. സായി പൊരുതി തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സായി നല്ലതുപോലെ ബാലൻസ് ചെയ്ത് കുറേ അധികം നേരം നിന്നു. പിന്നെ വരുന്നത് നന്ദനയാണ്. നന്ദന വരുമ്പോഴും നോറ അപ്പോഴും മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നോറ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ നന്ദനയും നോറയും കൂടെ പിന്നെ കുറേ നേരം മത്സരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നോറ ഒരു 2 മണിക്കൂറിനടുത്തൊക്കെ നിന്നിട്ടുണ്ടാവണം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോറ ഔട്ടായി. പിന്നെ നോറയ്ക്ക് പകരം പിന്നെ അഭിഷേകാണ് മത്സരിക്കാനായിട്ട് വരുന്നത്. അഭിഷേകിന് തീരെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പൂച്ചട്ടി വെച്ച് അപ്പം തന്നെ അഭിഷേക് ഔട്ടാവുന്നുണ്ട്. പിന്നെ അഭിഷേകിന് പകരം ഋഷിയാണ് കയറുന്നത്. നന്ദന തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് നന്ദനയും ഋഷിയും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദന 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂറും കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നന്ദന ഔട്ടായി. ഋഷി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഋഷിയും 1 മണിക്കൂർ കവർ ചെയ്തു. അടുത്തത് സിജോയാണ് നന്ദനയ്ക്ക് പകരമായിട്ട് കയറുന്നത്. പകരമല്ല, നന്ദന കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് പിന്നെ സിജോ കയറുകയാണ്. അങ്ങനെ ഋഷിയും സിജോയും കൂടെ തുടരുന്നു. സിജോ അധിക സമയം നിന്നില്ല, സിജോ പെട്ടെന്ന് തന്നെ ഔട്ടായി. സിജോന്റെ സ്ഥാനത്തേക്ക് പിന്നെ ജാസ്മിൻ വരുന്നു. ജാസ്മിനും പെട്ടെന്ന് ഔട്ടായി. പിന്നീട് അർജുനാണ് മത്സരിക്കാൻ വരുന്നത്. അങ്ങനെ ഇപ്പം അർജുനും ഋഷിയും കൂടെ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി വരെ എന്തായാലും ഇങ്ങനെ തന്നെ പോവും.